മിനുസ് ഫാമിലി ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്കൊരു ഫിഷ് ടാങ്ക് നിർമ്മിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് ഫ്രിഡ്ജ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വിള്ളലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം സിമൻറ്റ് ഉപയോഗിച്ചിട്ട് വെള്ളവും ചേർത്തിട്ട് ആ ഭാഗങ്ങളെല്ലാം അടച്ചെടുക്കുക. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4-5 ദിവസം എടുക്കും. അതിന് ശേഷം നമ്മൾ വെള്ളം നിറയ്ക്കുന്നു. വെള്ളം നിറച്ച് ഒരു 1-2 ദിവസം വെള്ളം നിറച്ചിട്ടതിന് ശേഷം ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അടുത്തും വെള്ളം നിറയ്ക്കണം. അടുത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ടിട്ട് ആ വെള്ളം നിറച്ച് ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മീനുകളെ ഇടാം. ആദ്യം കുറച്ച് മീനുകളെ ഇട്ടാൽ മതി. ഏകദേശം 1 മാസങ്ങൾ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കിടക്കുന്ന മീനുകളെന്ന് വെച്ചാൽ ഗപ്പിയുണ്ട്. ഗപ്പി ഏകദേശം ഒരു 40ഓളം ഉണ്ട്. ഇതിപ്പം ഇതിനകത്ത് നിറയും ഈ പായൽ. ഞാൻ ആദ്യം കുറച്ച് മുട്ടപ്പായലാണ് കൊണ്ടിട്ടത്. അതിപ്പോൾ ഇത് മൊത്തം നിറഞ്ഞു. പിന്നെ നമ്മുടെ ഗപ്പികൾക്ക് ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ കൂടാതെ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് മോളിയാണ്. പിന്നെ ഇതിനകത്ത് 2 ഷാർക്കിനെയും കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ പകുതി മീനും ഇതിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. ഇത് ചില സമയങ്ങളിൽ മാത്രമേ ഈ മുകളിലോട്ടൊക്കെ വരാറുള്ളൂ. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് 2-3 നമുക്ക് ഈ ജ്യൂസിൻ്റെ പാക്കറ്റ് കിട്ടി. അതിനകത്ത് ഈ വൈറ്റ് സ്റ്റോൺ കല്ലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്ക് അടിപൊളിയായിട്ടുണ്ട്. ഇത് എനിക്കൊരു കസിൻ തന്നൊരു കുപ്പിയാണ്. അപ്പോൾ കുപ്പിക്കകത്ത് ഈ പല കളറിൽ സ്റ്റോൺ നിറച്ചിട്ട് ഇതിനകത്ത് എല്ലാ മീന് കയറാറുണ്ട്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം. പുതുതായി എത്തുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.